അപ്പോൾ ഗൈസ് അങ്ങനെ കുറേ നാളുകൂടി എനിക്കൊരു ഓഫ് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ എവിടെയെങ്കിലും പോകാമെന്ന്. അപ്പം കുറേ നാളായി ലണ്ടൻ ബ്രിഡ്ജ് കണ്ടിട്ട്. കുറേ ദിവസമായി ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ പോക്ക് നടന്നിട്ടില്ല. അപ്പം നമുക്ക് ഇന്ന് ലണ്ടൻ ബ്രിഡ്ജ് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ ബസ്സിനാണ് ഇന്ന് പോകുന്നത്. കാരണം ട്രെയിൻ നോക്കിയിട്ട് ട്രെയിൻ ഇനി 5 മണിക്ക് കിട്ടും. ഇപ്പോൾ സമയം 4 മണിയായി. പിന്നെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഞാൻ ആ 1 അവർ കളയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ബസ്സിന് പോവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടിക്ക് ചുറ്റും മാറ്റം വന്നു. ട്രെയിൻ മാറി, ബസ് മാറി. ഞാൻ ട്രെയിൻ തന്നെ എടുത്തു. എന്തിനാലും താമസിച്ചു, പക്ഷെ ആകാശമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെട്ടമുണ്ട് ഇന്ന്. അപ്പോൾ ഇതേ ഞാനങ്ങനെ 5:30 ആയപ്പോഴത്തേക്ക് ഫെൻചർച്ച് സ്ട്രീറ്റിൽ വന്നു. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. അവിടുന്ന് ഇതേ ഞാൻ എൻ്റെ നടപ്പ് സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് നടന്ന് ആദ്യം ഞാൻ ചെന്നത് നമ്മുടെ ടവർ ഹിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ ഇത് എന്തോ കണ്ട് ഞാൻ കുറച്ച് നേരം നിന്നു. അതാണ് ടവർ ഹില്ലിന് ഫ്രണ്ടിലുള്ള സൺ ഡയൽ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് കുറച്ച് നേരം അത് നന്നായിട്ട് നോക്കി നിന്നു. നമുക്ക് അവിടെ നിന്ന് ഈ ഒരു കാസിൽ നന്നായിട്ട് കാണാം കേട്ടോ. നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് കുറേ സ്ഥലത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഈ ടവർ ഹിൽ സബ്വേ വഴി നടന്ന് പോവുകയാണ് നമ്മുടെ ടവർ ഹില്ലിലോട്ട്. അപ്പോൾ ഈ ഒരു ടണൽ വഴി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറേ ചിത്രങ്ങൾ കാണാം. എന്തൊക്കെയും കുറേ നല്ല വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങളൊക്കെയാണ് കൊടുത്തത്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് കാണാൻ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ വഴി നേരെ പോയി. ലണ്ടൻ ബ്രിഡ്ജ് തുറക്കുന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു ഇങ്ങനെ പുറത്ത് നിന്ന്. അപ്പോൾ ഞാൻ കറക്റ്റ് ലണ്ടൻ ബ്രിഡ്ജ് നിന്നപ്പോഴാണ് അത് തുറന്ന് അടഞ്ഞു വരുന്നത്. പിന്നെ അത് കുറച്ച് നേരം കണ്ട് അവിടെ നിന്ന്. ലണ്ടൻ ബ്രിഡ്ജ് മുഴുവൻ കണ്ടു. അപ്പം അങ്ങനെ ഇന്നത്തെ ലോക പെയിൻറ്റിച്ചിൻ്റെതായി അത് നമുക്ക് അടുത്ത് പോകും.
നന്ദി.